സിഗരറ്റ്? നോ താങ്ക്സ്. ദാ ഇത് തന്നെ. തുറന്നോട്ടേക്ക്. മാനാരി രാജു ഇപ്പോ എന്റെ കൂട്ടത്തിലാ. മുള്ള കേട്ടിട്ടില്ലേ? CAT 5400. Come on. യെസ്, ഹോട്ടൽ സാംകോ. മുതലാളിയാണോ? അതെ, മുതലാളി തന്നെ. ലോറി പിടിച്ചു. അല്ല, ക്രൈംബ്രാഞ്ച് പുതിയ SP. ഇൻസ്പെക്ടർ, ഈ വണ്ടി കസ്റ്റഡിയിൽ എടുക്കും. CAT 5400 താനല്ലേടോ വന്നത്? ഇയാളെ അറസ്റ്റ് ചെയ്യാം. സാർ, ഇവിടെ പണം വെച്ച് കളിയില്ല. ആ, ഉണ്ടെങ്കിൽ തന്നെ നേരത്തെ നിർത്തിക്കാണുമല്ലോ. കളിക്കല്ല, കാര്യത്തിന് അയാളെ കൊണ്ടുവന്നത്. സോമിലുടമ ഹുസൈന്റെ പഴയ ഡ്രൈവർ റോബർട്ട് അല്ലേ? അതെ. ഈ ക്ലബ്ബ് നടന്ന ഇയാളാണോ? പ്രസിഡന്റ് ഞാനാണ് സർ. ഓഹോ. റമ്മി സ്കിൽ ഗെയിമാണെന്ന് പറഞ്ഞ് കോടതി വിട്ടു. ഐ സി. നാളെ മുതല് ഇവിടെ ചീട്ട് കളിക്കരുത്. കളിച്ച സ്കില്ലായാലും നിന്റെ സ്കള് ഞാൻ എടുക്കും. അല്ല റോബർട്ടെ, അവൻ പറഞ്ഞത് എന്റെ കളി നിർത്താൻ അവന്റെ അപ്പൻ വിചാരിച്ചാലും പറ്റില്ല. ഇപ്പോഴത്തെ സർക്കാരിന്റെ ആളാ, അവരുടെ പാർട്ടിക്കാരനും. കഴിഞ്ഞ ഗവൺമെന്റ് പലതവണ പണിഷ്മെന്റ് ട്രാൻസ്ഫറും സസ്പെൻഷൻ വരെയും കൊടുത്തു. അതിനാ അവന്റെ ആൾക്കാര് വേറെയുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ. ഒരു ക്രമക്കേട് നിർത്താൻ അവർ സമ്മതിക്കില്ല. മുമ്പ് നടന്ന DFO കൊലക്കേസ് വരെ അവൻ അന്വേഷിക്കുന്നുണ്ട്. ഹുസൈൻ പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്റെ ഓഫീസർ ആണെങ്കിലും പറയാണ്, അവനെ തട്ടിക്കളയാം. എന്തിനാ കരയുന്നത്? രാഘവേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ ഭ്രാന്തിയായതുകൊണ്ടല്ലേ ഡോക്ടർ? നിനക്കൊരു അസുഖമില്ല കുട്ടി, ക്ഷീണേ ഉള്ളൂ. അത് മാറാനാ ഞാൻ പറഞ്ഞത്. സമയത്തിന് ആഹാരം കഴിക്കുക, കുളിക്കുക, വെറുതെ കരയാതിരിക്കുക. ചെയ്യില്ല. ഡോക്ടർ ഇതുവരെ ഒരുമിച്ച് വാങ്ങിക്കോളാം. എന്താ ബാബു? രാഘവൻ വന്നിട്ട് ഇതുവരെ ഇവിടെ കാര്യമില്ലെന്ന് മണി പറഞ്ഞു. കേശുവേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവന്റെ കൈയും കാലും കെട്ടി ഞാൻ ഇവിടെ കൊണ്ടുവിടാം. ചെയ്യേണ്ട അത് തന്നെ അവനെ. മകളുടെ ഭർത്താവിന്റെ കാര്യമാണേ പറയുന്നത്. അതെ. ബലം പ്രയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും അയാളെ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? അകൽച്ച കൂടുതലേ ഉള്ളൂ. പിന്നെ അവനെ വെറുതെ വിടാനോ? രാഘവൻ വേറെ കല്യാണം കഴിക്കാൻ പോണെന്ന് കേൾക്കണത്. അയാളെ എനിക്കൊന്ന് കാണാൻ സൗകര്യപ്പെടുത്തി. ആ, പിടിച്ചു കെട്ടിക്കൊണ്ടിരുന്നും ചെയ്യരുത്. അല്ലാതെ അവൻ വരും.